യാക്കാവുന്ന വിസ്മയ ജീവിതം തീർത്ത മാളു ഷേഖ എന്ന 20 വയസ്സുകാരി മലയാള കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡിന്റെ ചെയർമാൻ പത്മശ്രീ മമ്മൂട്ടി നൽകുന്ന പ്രത്യേക പുരസ്കാരത്തിന് മാളു ഷേഖയെ തിരഞ്ഞെടുത്തതിനുള്ള കാരണങ്ങൾ നമുക്കറിയാം. ദൃശ്യങ്ങളിലേക്ക്. മാളു ഷേഖ കെട്ടുകഥ പോലൊരു ജീവിതത്തിന്റെ ഉടമ. 2017 ഫെബ്രുവരി 20 വേമ്പനാട്ടുകായൽ നീന്തിക്കയറിയ ആദ്യ പെൺകുട്ടിയായി മാറിയപ്പോഴാണ് മലയാളികൾ ഇവളെ അറിഞ്ഞത്. കായലിന്റെ ഏറ്റവും വീതി കൂടിയ കുമരകം മുഹമ്മ ഭാഗം 9 കിലോമീറ്റർ ദൂരമാണ് ഈ 20കാരി കീഴടക്കിയത്. 4 മണിക്കൂർ 20 മിനിറ്റ് കൊണ്ട്. പക്ഷേ നമ്മുടെ അറിവിലുള്ള ആരും നീണ്ടിക്കയറാത്ത ദുഃഖജീവിതത്തിന്റെ കരകാണ കടൽ ഏകാഗിയായി മുറിച്ചുകടന്നവളായാണ് നമ്മൾ മാളുവിനെ അറിയേണ്ടത്. മാളുവിന്റെ സമര ജീവിതത്തിന്റെ ഏടുകളിങ്ങനെ. അച്ഛനും അമ്മയും വേർപിരിയുന്നത് 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കാണേണ്ടി വന്നവൾ. കുട്ടിയായ ചേട്ടൻ അനാഥാലയത്തിലേക്ക് പോകുന്നത് കണ്ടു നിൽക്കേണ്ടി വന്നവൾ. 16ാം വയസ്സിൽ പഠിപ്പ് മുടങ്ങിയപ്പോൾ പിന്നാലെ നിർബന്ധിത വിവാഹത്തിന് വഴങ്ങേണ്ടി വരുമെന്നായപ്പോൾ ആലുവാപ്പുഴയിൽ ചാടിമരിക്കാൻ തീരുമാനിച്ചവൾ. ആരോ പിന്തിരിപ്പിച്ചതുകൊണ്ട് മാത്രം ജീവിതത്തിലേക്ക് മടങ്ങി വന്നവൾ. പിന്നെ ഹോട്ടൽ ജോലിക്കാരി, ഓട്ടോറിക്ഷ ഡ്രൈവർ, ഹെവി ഗുഡ്സ് വെഹിക്കിൾ ഡ്രൈവർ, കണ്ടെയ്നർ ഡ്രൈവർ, ഡ്രൈവിംഗ് പരിശീലക, ഇൻഷുറൻസ് അഡ്വൈസർ എന്നിങ്ങനെയൊക്കെ പണിയെടുത്തു. ഒപ്പം പഠിക്കുകയും ജീവിക്കുകയും ചെയ്തവൾ. 6 ഭാഷകൾ പഠിച്ചു പറയുന്നവൾ. ഇപ്പോൾ ബിരുദധാരി, ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കുന്നവൾ. സിവിൽ സർവീസിന് തയ്യാറെടുക്കുന്നവൾ. വാർത്തകൾക്കിടയിൽ നിന്ന് മാളു ഷേഖയെ മലയാളത്തിന്റെ മഹാനടൻ പത്മശ്രീ ഭരത് മമ്മൂട്ടി കണ്ടെടുക്കുന്നു. കൈരളി ചെയർമാന്റെ പ്രത്യേക പുരസ്കാരത്തിനായി അല്ല, മലയാളക്കരയിൽ ജീവിതത്തിനിടെ ഒറ്റപ്പെട്ടു പോകുന്ന നിസ്സഹായരായ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള ജീവിത സമരത്തിന്റെ മഹാമാതൃകയായി ആദരവോടെ സമർപ്പിക്കുന്നു കൈരളി പീപ്പിൾ ജ്വാല 2017 ചെയർമാന്റെ പ്രത്യേക പുരസ്കാരം. മാളു ഷേഖ. മാളു ഷേഖയെ വേദിയിലേക്ക് പുരസ്കാരം സ്വീകരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. പുരസ്കാരം സമ്മാനിക്കുന്നത് പ്രിയപ്പെട്ട മമ്മൂക്ക. പ്രശസ്തി പത്രം സമ്മാനിക്കുന്നത് ശ്രീ ജോൺ ബ്രിട്ടാസ്. ക്യാഷ് അവാർഡ് സമ്മാനിക്കുന്നത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ